സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികലാംഗ പുനരധിവാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി പരാതി. ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് സമാപനം. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തെ വരവേൽക്കാൻ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ഒരുങ്ങുന്നു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടി. കുട്ടികളുടെ പച്ചക്കറിത്തോട്ടവും ഔഷധച്ചെടികളും നശിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 14-ന് കാഞ്ഞങ്ങാട്ട് തുടങ്ങും. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. MES പ്രസ്ഥാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം 16-ന് തുടങ്ങും. യൂത്ത് വിംഗിന്റെ യുവജനയാത്ര കാഞ്ഞങ്ങാട് നിന്ന് തുടങ്ങും. കാസർഗോഡ് നഗരസഭ മാലിന്യ പ്രശ്നം. യുവമോർച്ച പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. ജില്ലാ പഞ്ചായത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. വികലാംഗ പുനരധിവാസ പദ്ധതിയിൽ ക്രമക്കേടുകൾ നടത്തുന്നതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് റെയ്ഡ് നടത്തിയത്. വികലാംഗ പുനരധിവാസ പദ്ധതിയിൽ വൻതോതിൽ ക്രമക്കേടുകൾ നടക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഇൻസ്പെക്ടർ ഡോക്ടർ V ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. സംസ്ഥാന സാമൂഹ്യ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ഓഫീസ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്ന NCRPD ഓഫീസിലുമാണ് റെയ്ഡ് തുടങ്ങിയത്. വികലാംഗരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിവർഷം ഓരോ ജില്ലയ്ക്കും 63 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. ഇതിന്റെ വിനിയോഗത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടക്കുന്നുള്ളതായാണ് സൂചന. സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വികലാംഗർക്കായി വിതരണം ചെയ്യുന്ന വിവിധ പദ്ധതികളിലും ക്രമക്കേട് നടന്നതായും ആക്ഷേപമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യക്ഷേമ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടക്കുന്നത്. റെയ്ഡിൽ പെർഫോമൻസ് ഓഡിറ്റർ നിസാർ, വിജിലൻസ് ഉദ്യോഗസ്ഥരായ വിശ്വനാഥൻ, മധു, രമേശൻ ദാസ് എന്നിവരും പങ്കെടുത്തു. NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി കുമ്പളയിലാണ് സമ്മേളനം നടന്നത്. KPCC സെക്രട്ടറി K നീലകണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നും ശക്തമായി പോരാട്ടം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് NGO അസോസിയേഷൻ. ജീവനക്കാരുടെ പ്രവർത്തന താല്പര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രതിബദ്ധതയും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി എല്ലാ NGO അസോസിയേഷനും മാറിക്കഴിഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ K വെളുത്തുമ്പു, P ഗംഗാധരൻ നായർ, അഡ്വക്കേറ്റ് MC ജോസ്, PA അഷ്റഫ് അലി, അഡ്വക്കേറ്റ് B സുബൈറൈ, കേശവ് പ്രസാദ് നാണിത്തുളു, സാജിദ് മൗവൽ, ശാന്തമ്മ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനും, ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ K അജന്തൻ നായരും ഉദ്ഘാടനം ചെയ്തു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. പച്ചക്കറിത്തോട്ടവും ഔഷധച്ചെടികളും നശിപ്പിച്ചു. പ്രതിഷേധം വ്യാപകമാവുന്നു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഠിന പ്രയത്നത്തിലൂടെ കുട്ടികൾ വളർത്തിയെടുത്ത പച്ചക്കറിത്തോട്ടവും ഔഷധച്ചെടികളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ ഹരിത വിദ്യാലയ പുരസ്കാരം ഉൾപ്പെടെ വാങ്ങിയ വിദ്യാലയത്തിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയത്. പച്ചക്കറി കൃഷി ഭാഗികമായി നശിപ്പിച്ച നിലയിലാണ്. ചെടിച്ചട്ടികളും തകർത്തിട്ടുണ്ട്. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇക്കോ ക്ലബിന്റെയും മാതൃഭൂമി സീഡിന്റെയും നേതൃത്വത്തിലാണ് പച്ചക്കറിത്തോട്ടവും ഔഷധച്ചെടികളും നട്ടുവളർത്തിയിരുന്നത്. വാഴത്തോട്ടവും ഒരുക്കിയിരുന്നു. നാടിന് മാതൃകയായി മാറിയിരുന്ന പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമത്തിൽ ഇല്ലാതായത്. മഹാപാതകമാണ് സാമൂഹിക വിരുദ്ധർ നടത്തിയതെന്ന് സീഡിന്റെ ചുമതല വഹിക്കുന്ന രാജശ്രീ ടീച്ചർ പറഞ്ഞു. തച്ചങ്ങാട് ഹൈസ്കൂളിൽ ഇക്കോ ക്ലബ്ബ്, സീഡ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ഹരിത വിദ്യാലയം 3ാം സ്ഥാനവും നല്ല ടീച്ചർ കോർഡിനേറ്റർ എന്ന സ്ഥാനവും ഒക്കെ സ്കൂളിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും കുട്ടികൾ നല്ല രീതിയിൽ നട്ടു വളർത്തി വരുന്ന വാഴകളും ഔഷധച്ചെടികളും പയറ്, പച്ചമുളക് മുതലായ കൃഷി ഇനങ്ങളും ഒക്കെയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലാസ് മുറിയും വൃത്തികേടാക്കിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിലക്ക് നിർത്താൻ കർശന നടപടി വേണമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ER സോമൻ ആവശ്യപ്പെട്ടു. സാമൂഹ്യ വിരുദ്ധരുടെ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ഇതിനകം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ ഉപജില്ലാ കലോത്സവം ഡിസംബർ 1-ന് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ തുടങ്ങും. വർണ്ണ ബലൂണുകൾ പറത്തി കുട്ടികൾ പ്രചരണം തുടങ്ങി. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ഒരുങ്ങുന്നു.
9 വർഷങ്ങൾക്ക് ശേഷമാണ് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ കലോത്സവം നടക്കുന്നത്. ഡിസംബർ 1 മുതൽ 5 വരെ തീയതികളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ആഹ്ലാദത്തിമർപ്പിലാണ് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. കലോത്സവത്തെ വർണ്ണ ബലൂണുകൾ പറത്തിയാണ് കുട്ടികൾ വരവേറ്റത്. 600-ലധികം കുട്ടികൾ സ്കൂൾ മൈതാനത്ത് ഒത്തുചേർന്ന് ബലൂണുകൾ കയ്യിലേന്തി ആഹ്ലാദം പങ്കിട്ടു. 3000-ഓളം കുട്ടികൾ ഒത്തുചേരുന്ന കലോത്സവത്തെ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു വരുന്നത്. 29-ന് ഗ്രാമത്തിലെ വിവിധ സന്നദ്ധ സംഘടനകളും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുക്കുന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. പുല്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്കൂളിലെത്തിക്കും. 1-2 തീയതികളിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും 3, 4, 5 തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളും നടക്കും. കലോത്സവ പ്രചരണത്തിനുള്ള തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് കുട്ടികൾ വർണ്ണ ബലൂണുകളുമായി ഒത്തുചേർന്നത്. ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിവിട്ട് അവർ കലോത്സവ പ്രചരണത്തിന് കൊഴുപ്പേകി. പ്രവർത്തനങ്ങൾക്ക് ഹെഡ്മാസ്റ്റർ G. ശിവരാജൻ, PTA പ്രസിഡന്റ് B. സുരേഷ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ M. ശ്രീധരൻ നമ്പ്യാർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ അനിൽ പുളിക്കാൽ, കമ്മിറ്റി അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ, പ്രഭാകരൻ, അധ്യാപകരായ ചന്ദ്രൻ, ബാലകൃഷ്ണൻ, ബിന്ദു ടീച്ചർ തുടങ്ങിയവർ നേതൃത്വമേകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. നഗരത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് 14-ന് തുടങ്ങും. കാഞ്ഞങ്ങാട് ആകാശ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഫോട്ടോ പ്രദർശനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ട്രേഡ് ഫെയർ പ്രദർശനം നടക്കും. ഉച്ചയ്ക്ക് 2:30-ക്ക് മാന്തോപ്പ് മൈതാനിയിൽ നിന്നും പ്രകടനം ആരംഭിക്കും. തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. ശനിയാഴ്ച പ്രതിനിധി സമ്മേളനം നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നഗരത്തിൽ നടന്ന വിളംബര ജാഥ ശ്രദ്ധേയമായി. നിരവധി ഫോട്ടോഗ്രാഫർമാർ ജാഥയിൽ അണിനിരന്നു. CPIM പെരിയ ലോക്കൽ സമ്മേളനം ഏച്ചിലെടുക്കത്ത് തുടങ്ങി. പൊതുസമ്മേളനം കല്യോട്ട് നടക്കും. CPIM-ന്റെ പെരിയ ലോക്കൽ സമ്മേളനം ഏച്ചിലെടുക്കത്ത് തുടങ്ങി. ആദ്യകാല പാർട്ടി അംഗം K. കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. ബിജു മാത്യു രക്തസാക്ഷി പ്രമേയവും KV കുഞ്ഞിക്കണ്ണൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ ജില്ലാ സമ്മേളനം ചട്ടഞ്ചാലിൽ വെച്ചാണ് നടക്കുന്നത്. ഇങ്ങനെ അതിന്റെ നടപടിക്രമങ്ങളും സമയക്രമങ്ങളും പാർട്ടിയാകെ നിശ്ചയിച്ച് പോയി. ഇതുപോലെ ഇന്ത്യ രാജ്യത്ത് വേറെ ഒരു പാർട്ടികളും ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ, ജനാധിപത്യ പ്രക്രിയയിലൂടെ തങ്ങൾ N. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി M. പൊക്ലൻ, A. കൃഷ്ണൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, TV കരിയൻ, M. കുഞ്ഞമ്പു, DV അമ്പാടി, K. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. M. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വെള്ളിയാഴ്ച 3 മണിക്ക് എച്ചിലെടുക്കം കേന്ദ്രീകരിച്ച് പ്രകടനവും തുടർന്ന് കല്യോട്ട് പൊതുസമ്മേളനവും നടക്കും. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി ഫെഡ്ലൈറ്റ് ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. നവംബർ 29-ന് രാംനഗർ മിനി സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി 29-ന് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. BJP രാംനഗർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സുഗീഷ് ഉദ്ഘാടനം ചെയ്യും. അതിന്റെ ഭാഗമായി BJP രാംനഗർ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെവൻസ് ഫെഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് പരിപാടി ആരംഭിക്കും. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ K. സുഗീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ BJPയുടെയും യുവമോർച്ചയുടെയും പ്രമുഖ നേതാക്കൾ ആ പരിപാടിയെ സംബന്ധിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി
സംഘാടക സമിതി ഭാരവാഹികളായ രവീന്ദ്രൻ മാവുങ്കാൽ, അമ്പാടി കൃഷ്ണൻ, ഗംഗാധരൻ, അജിത്ത്, കൃഷ്ണപ്രസാദ്, എം രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് നഗരസഭ മാലിന്യമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയ നഗരസഭാ അധികൃതരുടെ സമീപനത്തിനെതിരെ യുവമോർച്ച പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം വിരമ്പി. മാർച്ചിന് ശേഷം നടന്ന ധർണ BJP ജില്ലാ സെക്രട്ടറി S. കുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരത്തെ മാലിന്യത്തിൽ മുക്കിക്കൊല്ലുന്ന ಅಧಿಕೃತ നിലപാട് ಅವಸಾನಿಸಬೇಕೆಂದು S. ಕುಮಾರ್ പറഞ്ഞു. ನಗರಸಭೆಯ ಅಧಿಕಾರಿಗಳು ತಿಳಿದಿರುವುದು ಜನ ಕಡಿಮೆ ಇರಬಹುದು. ಇದನ್ನು ನಾವು ಸೂಚನೆ ಎಂಬ ನೆಲೆಯಲ್ಲಿ ಈ ಸತ್ಯಾಗ್ರಹವನ್ನು ನಾವು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಕಾಸರಗೋಡಿನ 38 ವಾರ್ಡುಗಳಲ್ಲಿ ಇರುವಂತಹ ಮಾಲಿನ್ಯಗಳನ್ನು ನಿರ್ಮೂಲನೆ ಮಾಡುವಂತ ವ್ಯವಸ್ಥೆಯನ್ನ ಇಲ್ಲಿವರೆಗೆ ಬೇಕಾದಂತಹ ಆಡಳಿತ ಮಾಡುವಂತಹ ಮುಸ್ಲಿಂ ಲೀಗಿನ ನೇತೃತ್ವದಲ್ಲಿ ಇರುವಂತಹ ಈ ನಗರಸಭೆ ಬೇಕಾದಂತ ಪರಿಹಾರವನ್ನು ಕಾಣಲು ಸಾಧ್ಯವಾಗಲಿಲ್ಲ. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ അധ്യക്ഷത വഹിച്ചു. KT ജയറാം, ഗുരുപ്രസാദ്, ധനഞ്ജയ മധൂർ തുടങ്ങിയവർ സംസാരിച്ചു. MES പ്രസ്ഥാനം സുവർണ ജൂബിലി നിറവിൽ. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി MES യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന യുവജനയാത്രയുടെ ഉദ്ഘാടനം 16-ന് കാഞ്ഞങ്ങാട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന AES സുവർണ ജൂബിലി ആഘോഷ നിറവിലാണ്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 16-ന് കാഞ്ഞങ്ങാട് ഉബൈദ് ജീവിതവും ദർശനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. MES സംസ്ഥാന യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ യുവജനയാത്ര സംഘടിപ്പിക്കും. യുവജനയാത്രയുടെ ഉദ്ഘാടനം 16-ന് രാവിലെ 9:30-ന് കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. MESന്റെ സംസ്ഥാന യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന യുവജന യാത്രയുടെ ഉദ്ഘാടനവും നവംബർ 16-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30-ന് കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഇതിനുള്ള എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ EMS ഭാരവാഹികളായ C. മുഹമ്മദ് കുഞ്ഞി, ആരിഫ് കാപ്പിൽ, CH മുഹമ്മദ് കുഞ്ഞി ഹാജി, A. അമീദ് ഹാജി എന്നിവർ പങ്കെടുത്തു. സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം പദ്ധതി കൊടക്കാട് കേളപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹൈസ്കൂളിൽ നടപ്പിലാക്കി. സ്കൂൾ സീഡ് ക്ലബ്ബാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പിലിക്കോട് കൃഷിഭവനുമായി സഹകരിച്ചാണ് സീഡ് ക്ലബ്ബ് പ്രവർത്തകർ സ്കൂളിൽ പച്ചക്കറിത്തോട്ടം സജ്ജമാക്കിയത്. പച്ചക്കറിയുടെ വിളവെടുപ്പ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് CV രാധാകൃഷ്ണൻ, പ്രിൻസിപ്പാൾ M. വിശ്വനാഥൻ, ഹെഡ് മാസ്റ്റർ ഡോക്ടർ MV വിജയകുമാർ, K. നാരായണൻ മാസ്റ്റർ, സീഡ് കോർഡിനേറ്റർ OM അജിത് മാസ്റ്റർ, AV ചിത്രേശൻ, P. പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ വിഭാഗം കഥാരചനയിൽ സംസ്ഥാനതലത്തിൽ കഴിഞ്ഞ വർഷം 1ാം സ്ഥാനം നേടിയത് രാംനഗർ സ്കൂളിലെ V. ആതിരയാണ്. ഇത്തവണയും ആതിര ജില്ലാ കലോത്സവത്തിന് യോഗ്യത നേടി. മാവുങ്കാൽ രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. അച്ഛൻ വേണു സെയിൽസ്മാനായും അമ്മ പ്രിയ നെയ്ത്തുശാലയിലും ജോലി ചെയ്യുന്നു. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ആതിര ഹിന്ദിയിൽ സ്വന്തമായി ആശയങ്ങൾ എഴുതി അധ്യാപകരുടെ പ്രീതി പിടിച്ചുപറ്റിയിരുന്നു. ഗോയാ ഹുവ ബച്പൻ എന്ന വിഷയത്തിലാണ് കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ കഥ എഴുതിയതെന്ന് ആതിര പറഞ്ഞു. ഇത്തവണ ഹോസ്ദുർഗ് ഉപജില്ലയിൽ 1ാം സ്ഥാനം നേടി ആതിര മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്രാവശ്യം സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗോയാ ഹുവ ബച്പൻ എന്നായിരുന്നു വിഷയം. ഇപ്രാവശ്യം ഹസീബുൽ ഗയെ ബച്ചെ. ഹസീബുൽ ഗയെ ബച്ചെ എന്ന വിഷയത്തിലാണ് കഥ എഴുതിയത്. സ്കൂളിലെ ലീല ടീച്ചറാണ് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതെന്ന് ആതിര പറഞ്ഞു.
ആതിരയ്ക്ക് നല്ല പ്രതിഭാശേഷിയുണ്ടെന്നും അർഹമായ പ്രോത്സാഹനം എല്ലാവരിൽ നിന്നും ലഭിക്കണമെന്നും ഡീല ടീച്ചർ അഭ്യർത്ഥിച്ചു. ആതിര 5ാം ക്ലാസ്സിൽ തന്നെ ഹിന്ദിയിൽ നല്ല പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടിയാണ്. അവൾ ചെറുപ്പത്തിലെ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ ഹിന്ദി പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. എല്ലാ പ്രോത്സാഹനങ്ങളും സ്കൂളിൽ നിന്ന് നമ്മൾ അധ്യാപകർ ചെയ്യുന്നുണ്ട്. കുമ്പള ഉപജില്ലാ സ്കൂൾ കലോത്സവം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 18 മുതൽ 25 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൗമാരക്കലയെ വരവേൽക്കാൻ അതിർത്തി ഗ്രാമമായ വെള്ളൂർ ഒരുങ്ങി. 5 ദിവസങ്ങളിലായി 9 വേദികളിൽ നടക്കുന്ന മത്സരത്തിൽ 3000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിന്റെ മുന്നോടിയായി 17-ന് വാഹന വിളംബര ജാഥയും അന്നേ ദിവസം തന്നെ ഭക്ഷണത്തിനാവശ്യമായ ഉൽപ്പന്ന സമാഹരണവും നടക്കും. 18-ാം തീയതി രാവിലെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ബാബു അനക്കള പതാക ഉയർത്തുന്നതോടെ കലാമേളയ്ക്ക് തുടക്കമാകും. തുടർന്ന് സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടക്കും. 20-ാം തീയതി രാവിലെ സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമാകും. 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് P. കരുണാകരൻ MP കലാമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. എന്നെ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ K. കുഞ്ഞിരാമൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP. ശ്യാമളാദേവി എന്നിവർ മുഖ്യാതിഥിയായിരിക്കും. 22-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ PB അബ്ദുൾ റസാഖ് MLA അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളായ AK. കുശല, ബാബു ആനക്കൽ, കൈലാസ് മൂർത്തി, കല്ലക ചന്ദ്രശേഖര റാവു, അബ്ബാസ് അലി, സുബ്രഹ്മണ്യ ഭട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന KP ഗോപിയുടെ വേർപാടിന് 1 വർഷം തികയുന്നു. നീലേശ്വരത്തും പാലായിലും അനുസ്മരണ ചടങ്ങുകൾ നടന്നു. ദീർഘകാലം CPM പേരോൾ ലോക്കൽ കമ്മിറ്റി അംഗവും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്നു പാലായി സ്വദേശിയായ KP ഗോപി. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി നീലേശ്വരത്ത് നടന്ന അനുസ്മരണ യോഗം CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ണൂർ ജില്ല ഉൾപ്പെടെ അഭിയുക്ത കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മാഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ബാലസംഘത്തിന്റെ ദേശാഭിമാനി ബാലസംഘം എന്നുള്ള നിലയിലാണ് അതിനെ അറിയപ്പെടുന്നത്. ആ ബാലസംഘത്തിന്റെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കയ്യൂർ സമരത്തിൽ പ്രതിയായിട്ടുള്ള സഖാവിന്റെ കുടുംബത്തിലാണ് സഖാവ് ഗോപി ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ അച്ഛനമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഗോപി ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് വളർന്നു പോകുന്നത്. പിന്നീട് സഖാവ് ഗംഗാധരൻ ജോലി ലഭിച്ച കുറച്ചും കൂടെ ആശ്വാസമായി. ഈ കുടുംബത്തിൻ്റെയൊക്കെ പരാധീനതകൾ കണ്ടുകൊണ്ട് തന്നെ വീടി തൊഴിലാളിയായിട്ട് ജീവിതം ആരംഭിച്ചിട്ടുള്ള സഖാവ് ദിനേശ് വീടിയുടെ മേസ്ത്രിയായി പിന്നീട് ഫോർമാനായിട്ട് അവസാന കാലത്ത് ലഭിക്കുന്ന K. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായിരുന്നു. K. നാരായണൻ, T. നാരായണൻ, കൊട്ര വാസുദേവ്, KV കുഞ്ഞികൃഷ്ണൻ, P. നാരായണൻ, KP ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പാലായി AKG മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ K. ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KP രവീന്ദ്രൻ, K. കുഞ്ഞിക്കണ്ണൻ, KV കുഞ്ഞികൃഷ്ണൻ, CC കുഞ്ഞിക്കണ്ണൻ, T. കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികലാംഗ പുനരധിവാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായി പരാതി. ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് സമാപനം. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തെ വരവേൽക്കാൻ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ഒരുങ്ങുന്നു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടി. കുട്ടികളുടെ പച്ചക്കറിത്തോട്ടവും ഔഷധച്ചെടികളും നശിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 14-ന് കാഞ്ഞങ്ങാട്ട് തുടങ്ങും. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. MES പ്രസ്ഥാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം 16-ന് തുടങ്ങും. യൂത്ത് വിംഗിന്റെ യുവജനയാത്ര കാഞ്ഞങ്ങാട് നിന്ന് തുടങ്ങും. കാസർഗോഡ് നഗരസഭ മാലിന്യ പ്രശ്നം. യുവമോർച്ച പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.